Hello and welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. നമ്മൾ ഇന്നൊരു ബേസിക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കൂട്ടോ, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 1 നമ്മൾ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം, കാരണം എന്തെങ്കിലുമൊക്കെ റെസിഡ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മേക്കപ്പ് നല്ലതായിട്ട് ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫേസ് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫേസ് നല്ലവണ്ണം എന്താ പറയുക എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇങ്ങനെ നമുക്ക് തൊടുമ്പോഴേക്ക് ഒരു തരി പോലെ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ തരി പോലെ ഉണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഓൾസോ ആ ഒരു തരിതരിപ്പിൻ്റെ മേലെ ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഇതായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്നും ഉണ്ടാവരുത്. ഫേസ് നന്നായിട്ട് ഇങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫേസിലാണ് നമുക്ക് മേക്കപ്പ് നല്ല കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നല്ലവണ്ണം നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്നും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആക്കാൻ പറ്റില്ല. അതായത് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. ചില സ്ഥലത്ത് ബ്ലെൻഡ് ആവും, ചില സ്ഥലത്ത് ബ്ലെൻഡ് ആവില്ല. ചില സ്ഥലത്ത് വൈറ്റ് കളർ, ചില സ്ഥലത്ത് വൈറ്റ് കളർ ഉണ്ടാവില്ല. വൈറ്റ് കളർ എന്നല്ല, നിങ്ങൾ ഇടുന്ന ആ ഒരു ഫൗണ്ടേഷൻ്റെ കളർ ചില സ്ഥലത്ത് നിങ്ങളുടെ ഒറിജിനൽ സ്കിന്നിൻ്റെ കളറായിരിക്കും. സ്കിന്നിൻ്റെ കളർ നല്ല ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യും ബ്ലെൻഡ് ആവാതിരിക്കുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ബ്ലെൻഡ് ആവുന്ന ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്ന ഈ ഒരു ന്യൂട്രിഡമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ഇത്രയും മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നിന് എന്തോരം ആവശ്യമുണ്ടോ അത്രയും മോയ്സ്ചറൈസർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹെയർ ബോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മുടി ഫ്രണ്ടിലോട്ട് വരാണ്ടിരിക്കാൻ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മോയ്സ്ചറൈസർ ഇടണതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ലിപ് ബാം ഓൾസോ ഇടണം. ഞാൻ ലിപ് ബാം ഇട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇടുന്നില്ല. ലിപ് ബാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലിപ് ബാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സൺക്രീം യൂസ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് സൺക്രീം എപ്പോഴാണ് ഇടണ്ടേ എന്നുള്ളത്. സൺക്രീം ഞാൻ എപ്പോഴാണ് ഇടേണ്ടത് എന്നുള്ളത് പറയാം. ഞാൻ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറയാം. എനിക്ക് മനസ്സിലായിടത്തോളം സൺക്രീം നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഇടേണ്ടതാണ്. കാരണം നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് നമ്മുടെ ആ ഒരു പോഴ്സ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആവും. ആ ഒരു ഓയിലൊക്കെ പോയി ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് പോഴ്സ് ഇരിക്കായിരിക്കും. എപ്പോഴും നമ്മൾ പോഴ്സ് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു ഓയിൽ നമ്മുടെ ഫേസിലുള്ളത് തന്നെ വെളിയിൽ നിന്നുള്ള സംഭവങ്ങൾ ഡേർട്ട് കാര്യങ്ങളൊന്നും നമ്മുടെ പോഴ്സിനകത്തോട്ട് കയറി പോകാണ്ടിരിക്കുക. അതൊരു സ്കിൻ ബാരിയർ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴേക്ക് ആ സ്കിൻ ബാരിയർ നമ്മൾ നശിപ്പിക്കുക ചെയ്തേ. അപ്പോൾ അതിനെ റീടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് വേഗം കണ്ടു നോക്കണം. അതിനകത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് നമ്മൾ ആ ഒരു സ്കിൻ ബാരിയറിനെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ സൺക്രീം ഡയറക്റ്റായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോഴ്സിനകത്തോട്ട് ഈ സൺക്രീം കയറും. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കെമിക്കലായിട്ടുള്ള സംഭവം, കെമിക്കൽ മീൻസ് എവറിത്തിങ് കെമിക്കലാണ്, എന്നാൽ പോലും കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിന് അത്ര നന്നായിട്ടുള്ള സംഭവങ്ങളല്ല ഇതിനകത്തുള്ളത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു UV റേസിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് കളയുക. അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ്. നമ്മുടെ സൺക്രീമിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല അതോടെ അതും കണ്ടു നോക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണ് സൺക്രീം ഇടേണ്ടത്. ഫേസ് വാഷ് ചെയ്ത് ഉടനെ സൺക്രീം ഇട്ടുന്നത് ഞാൻ അങ്ങനെ ഇടാറില്ല. എനിക്ക് അതിനോട് അത്ര താല്പര്യവുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സൺക്രീം വന്നിട്ട് ഇതാണ്. ഇത് റിക്വലിൻ്റെ ടിൻറ്റഡ് സൺക്രീമാണ് കേട്ടോ. ഷിയർ സിങ്ക് ടിൻറ്റഡ് സൺക്രീമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. സൺക്രീം എടുക്കുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ഒരു 2 ഫിംഗറിൽ അത്രയും വേണം സൺക്രീം എടുക്കാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ചെറിയൊരു മീഡിയം കവറേജ് ഓൾസോ നമ്മുടെ ഫേസിൽ തരുന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു സൺക്രീം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കവറേജും കിട്ടും, പ്ലസ് നമുക്ക് പ്രൊട്ടക്ഷൻ ഓൾസോ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സൺക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൺക്രീം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈമർ യൂസ് ചെയ്യാം. പ്രൈമറി വേണമെന്നുണ്ടെങ്കിലല്ല, പ്രൈമറി യൂസ് ചെയ്യുക. പ്രൈമറി യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ആ ഒരു മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഒരു ബാരിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ നമുക്കിപ്പം എന്താ പറയുക ഒരു സ്മൂത്തൺ ചെയ്യും നമ്മുടെ ആ ഒരു സ്കിന്നിനെ. അപ്പോൾ സ്മൂത്തൺ ചെയ്തിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവില്ലേ, സ്മൂത്ത് ആയിട്ടുള്ള വോളിൽ പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്തൺഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ നമുക്ക് പ്രൈമർ പല രീതിയിൽ കിട്ടും കേട്ടോ. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രൈമർ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് വൺ ഈ ഒരു നൈക്കയുടെ പ്രൈമർ ഉണ്ട്.
നൈക്കയുടെ മീ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടോൺ സ്മൂത്ത് പ്ലസ് പെർഫെക്റ്റ് എന്ന് എഴുതേക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് പെർഫെക്റ്റ് ആക്കും. അതായത് ഒരു സിലിക്കോൺ ഫിനിഷ് ഉള്ള പോലെ ഒരു സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇങ്ങനത്തെ ഒരു പ്രൈമർ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റെഗുലർ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ജെൽ ബേസ്ഡ് ആയിട്ട് കുറച്ച് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രൈമറാണിത്. ഇത് കുറച്ചൊരു ജെൽ ബേസ്ഡ് ആണ്. ഇതും ഈ നൈക്കയുടെ ഏകദേശം സിമിലർ ആണ്. നൈക്കയുടെ കുറച്ചുകൂടി തിക്കാണ്, കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു സ്മാഷ് ബോക്സിൻ്റെ ഈ ഒരു പ്രൈമർ. ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്മൂത്ത് പ്ലസ് ബ്ലർ എന്ന് എഴുതണം. അതായത് സ്മൂത്തും ആക്കും പ്ലസ് നമ്മുടെ ഈ ഒരു പോഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ, പോഴ്സ് എവിടെയെങ്കിലുമൊക്കെ പോഴ്സ് ഉണ്ടെങ്കിൽ ആ പോഴ്സിനകം ഒന്ന് ഫില്ല് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ഈ ഫൗണ്ടേഷൻ പോഴ്സിനകത്തോട്ട് കയറി ഇരിക്കുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ല്യൂമിനേറ്റിംഗ് പ്രൈമേഴ്സ് ഉണ്ട്, അതായത് തിളക്കം കിട്ടുന്ന പോലത്തെ പ്രൈമേഴ്സ് ഉണ്ട്. നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രൈമേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്രൈമേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൺക്രീമിനകത്ത് ചെറുതായിട്ടൊരു സ്മൂത്തനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് തൊടുമ്പോൾ അറിയാം, ഒരു സിലിക്കോൺ ഫിനിഷാണ്. നമുക്കങ്ങനെ ഭയങ്കര ഓയിലിനെസ്സോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു സിലിക്കോൺ ഫിനിഷാണ് ഈ ഒരു സൺക്രീമിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ പ്രൈമറായിട്ട് ഉപയോഗിക്കണേ. വേറെ എക്സ്ട്രാ പ്രൈമറൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗമാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പോൾ എത്രാമത്തെ സ്റ്റെപ്പാണെന്ന് ഞാൻ മറന്നു, ഞാനിവിടെ എഴുതി കാണിക്കാം. ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആദ്യമേ ഈ ഒരു പോർഷൻ നോക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഐഷാഡോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പൗഡേഴ്സൊക്കെ ഇവിടെ വീഴും. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ കളേഴ്സ് വരുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യണത്. ഇത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. അപ്പം ഇനി എങ്ങനെയാണ് ഞാൻ ഐബ്രോ വരയ്ക്കേണ്ടതെന്ന് പറയാം. നമ്മൾ എപ്പോഴും ഒരു പെൻസിലിൻ്റെ ഈ ഒരു പോർഷനിൽ വേണം പിടിക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ പോർഷൻ ഇവിടെ പിടിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രഷർ അത്ര പ്രഷറിൽ കിട്ടില്ല. ഒരു ചെറിയ പ്രഷറേ ഉണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും ഐബ്രോസ് ഒക്കെ ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ പ്രഷറിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ഇങ്ങനെ നമ്മൾ പെൻസിൽ വെച്ച് എഴുതണ പോലെ ഇങ്ങനെ പിടിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയിൽ നല്ല കറുത്ത് വരും. അപ്പോൾ ഐബ്രോസിന് എപ്പോഴും നാച്ചുറൽ ആയിട്ടിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിരൽ ഇവിടെ വേണേൽ പിടിക്കാം, എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഈ ഐബ്രോസിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. തൊട്ടില്ല എന്നുള്ള രീതിയിൽ വേണം ജസ്റ്റ് വരയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ പോർഷനില്ല, ആ പോർഷനിലോട്ടൊന്നും നമ്മൾ തൊടുകയേ വേണ്ട. ബാക്കിയുള്ള ഈ ഒരു ഏരിയാസിൽ എവിടേക്കാണോ നിങ്ങൾക്ക് മുടികളില്ലാത്ത, അതായത് ഹെയർസ് ഇല്ലാത്ത വെച്ചാൽ ഹെയർ ഇല്ലാത്ത ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡിനുള്ളത് തന്നെ മേടിക്കണം കേട്ടോ. നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഷെയ്ഡ് എന്താണോ ആ ഷെയ്ഡിനുള്ളത് തന്നെ മേടിക്കുക. അപ്പോൾ നമുക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ഈ ബാക്കിലുള്ള ഈ ഒരു സ്പൂലില്ലേ, ഈ ഒരു സ്പൂല് യൂസ് ചെയ്തിട്ട് ഈ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വരയില്ല, ആ വരേനെ മേളിലോട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നമുക്ക് അവിടേക്ക് ആ ഒരു കളറാകും, എന്നാൽ ഒരു നാച്ചുറൽ ലുക്കും ആയിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ആയിരിക്കില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ത്രെഡ് ചെയ്തിട്ടുണ്ടാവണം. ത്രെഡ് എന്നല്ല, നിങ്ങളുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടാവണമെങ്കിലാണ് എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രമേ ഞാൻ ഫില്ല് ചെയ്യാറുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒട്ടും നാച്ചുറൽ അല്ലാത്ത പോലെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്കിഷ്ടമാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഐഷാഡോ ആയിട്ട് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഐഷാഡോ പാലറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ളവരുടെ പാലറ്റാണ്, 03. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് ഡെയിലി ബേസിസിന് നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ലുക്ക് ആയതുകൊണ്ടും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ലുക്ക് ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് കളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഷാഡോ ലുക്ക് ഞാൻ ചെയ്യേണ്ടതാണ് ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഷാഡോ ലുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാലറ്റ് തന്നെ ധാരാളം. ഇതിനകത്ത് എവറി ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഒരു ചെറിയൊരു ഷിമ്മർ ഷെയ്ഡ് ഉണ്ട്, ബാക്കിയൊക്കെ മാറ്റ് ഷെയ്ഡാണ്. നമുക്ക് മാറ്റ് ഷെയ്ഡാണ് കുറച്ചും കൂടി എല്ലാവർക്കും ഇടുമ്പോൾ കംഫർട്ടബിൾ. തിളക്കുള്ളതാകുമ്പോഴേക്ക് എല്ലാവരും അറിയില്ല, നമുക്കിങ്ങനെ അറിയാത്ത രീതിയിൽ എന്നാൽ രസമായിട്ട് ഇടണമെന്നല്ലേ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു ഷെയ്ഡ് നമുക്ക് എടുക്കാം. ഇത് ഇതൊരു ബ്രൗൺ ഷെയ്ഡല്ല. എപ്പോഴും ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ കണ്ണിൻ്റെ മേലെ വരുമ്പോഴേക്കും ഭംഗിയാവാറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് എടുക്കാം. ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറയാം. ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇതേപോലത്തെ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഓൾസോ ഇടാം കേട്ടോ. നിങ്ങൾ ബ്രഷിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ബ്രഷ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ഓരോ ബ്രഷും ഓരോരുത്തരുടെ കണ്ണിനനുസരിച്ച് വേണം മേടിക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് കാണിക്കണം കണ്ടിട്ട് നിങ്ങൾ സെയിം ഇതേ ബ്രഷ് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ കണ്ണ് ചെറുതാണോ വലുതാണോ, നമുക്ക് എല്ലാവർക്കും ഒരേ കണ്ണല്ലല്ലോ, എല്ലാവർക്കും പല രീതിയിലല്ലേ, മീൻസ് പല രീതിയിലുള്ള കണ്ണുകളെന്നല്ല, ചെറിയ കണ്ണുണ്ട്,
കണ്ണുണ്ടാവാം, വലിയ കണ്ണുണ്ടാവും, കുറച്ചുകൂടി ഉണ്ട കണ്ണുണ്ടാവും, അങ്ങനത്തെ കണ്ണുകളാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഐലിഡിനകത്തുള്ള സ്പേസ് ആണ് നമുക്ക് നോക്കേണ്ടത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കിത് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഇത്രയും ഡെൻസിറ്റി ഉള്ള ഇത്രയും നീളമുള്ള ബ്രഷ് തന്നെ എൻ്റെ ഈ ഒരു ഐലിഡ് സ്പേസിന് ആപ്റ്റാണ്. അപ്പം നിങ്ങളുടെ കുറച്ചുകൂടി നീളമുള്ള ഐലിഡാണ്, അതായത് ഈ ഒരു ഭാഗം കുറച്ചും കൂടി ചിലർക്ക് നല്ല വലിയ മേൽഭാഗം ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെയുള്ളവരാണ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഹൈറ്റുള്ള മേടിക്കുക. അതായത് ഇങ്ങനെ ഇപ്പോൾ കാണിക്കാം, ഇതേപോലത്തെ ഇതിപ്പോൾ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ തന്നെ ഈ ഒരു മോഡലിൽ കുറച്ചുകൂടി സ്ലിം ആയിട്ടുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ഭയങ്കര ചെറുതായിട്ടുള്ള കണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ബ്രഷ് യൂസ് ചെയ്യാം. അതായത് വളരെ ഇത്രയും ചെറുതുള്ളത്, അപ്പോൾ ആ ചെറിയ ഒരു സ്പേസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഐലിഡുകൾക്ക് അനുസരിച്ചിട്ട് വേണം ബ്രഷ് സെലക്ട് ചെയ്യാൻ. എല്ലാവരുടെയും കണ്ണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഒരാൾ കാണിക്കണത് തന്നെ പോയി മേടിക്കരുത്. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഇങ്ങനത്തെ ഐഷാഡോ പാലറ്റ്സിലും കുറച്ചിങ്ങനെ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ അപ്പോൾ ഒരു പൊടി പറന്ന് ഇതിനകത്ത് അത്ര ഇല്ലയെന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ കണ്ടോ ഒരു ചെറിയ പൊടി പറക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രഷ് ഓൾസോ ഇതിൻ്റെ തുമ്പിൽ പിടിക്കാം. ഓക്കെ, തുമ്പി പിടിച്ചിട്ട് നമ്മളിങ്ങനെ കണ്ണിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഈ ഒരു നമ്മുടെ ഈ കണ്ണിരിക്കണതിൻ്റെ ആ ഒരു റാ ഭാഗമില്ലേ, ആ ഒരു റാ ഭാഗത്ത് നമ്മളിങ്ങനെ സർക്കിൾ വരച്ച് ചെയ്യാം. ഇവിടം തൊട്ടിങ്ങനെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സർക്കിൾ വരയ്ക്കാം. പിന്നെ ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോൾ ഒരുപാട് കളേഴ്സ് ഇങ്ങടേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കണ്ണിന് ആ ഒരു റാ ഭാഗത്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താ കുറച്ച് ഇവിടെ കുറച്ച് കട്ടി, ഇവിടെ കുറച്ച് ഹാർഡ് ആയിട്ടുണ്ട്, ഇവിടെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഹാർഡ് ആയിട്ടുണ്ട്, ഇവിടെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ഒരു ഫീലില്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, ഇതേപോലത്തെ ബ്രഷ് എടുക്കുക. അതായത് ഒരു ഫ്ലഫി ആയിട്ടുള്ള കുറച്ച് ഇങ്ങനത്തെ ബ്രഷ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ അഗെയിൻ തുമ്പിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഒക്കെ പിടിച്ചിട്ട് ഇവിടെ അഗെയിൻ ഇങ്ങനെ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ ഒരു ഹാർഷായിട്ടുള്ളത് നമ്മളിങ്ങനെ വരച്ച് കളയാം. കുറച്ച് സമയം എടുക്കും കേട്ടോ, സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ആ ഒരു ഹാർഷായിട്ടുള്ള ലൈനൊന്നും ഇല്ല. ഇത് ഇച്ചിരി ഡാർക്ക് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഡാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൈറ്റാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു സൈഡായിരിക്കും ചെയ്യാൻ എളുപ്പം. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ആംഗിളൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ കുറച്ച് സമയം ഇങ്ങോട്ടേക്ക് ഇപ്പുറത്ത് ചെയ്തതിനേലും കുറച്ചും കൂടി സമയം ഈ സൈഡിലൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കാം. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഇന്നർ കോർണറിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈ യൂസ് ചെയ്യാം. കൈ യൂസ് ചെയ്ത് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഇതിൻ്റെ കുറേ പ്രശ്നമൊന്നും കാണാനില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഐലിഡിൽ കണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ വേറൊരു ലുക്ക് ചെയ്ത് എൻ്റെ ഗ്രീൻ കളർ ഇരിക്കുന്നത് കയ്യിൽ. ഓക്കെ, അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതും നിങ്ങളുടെ ഐലിഡ് സ്പേസിനനുസരിച്ചിട്ട് വേണം ബ്രഷ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട്. കാരണം ചിലരുടെ ഐലിഡ് വലുതാണെങ്കിൽ ഇത് കുറച്ചുകൂടി നീളമുള്ളത് മേടിക്കണം. അതായത് കേട്ടോ ഇതേപോലെ കുറച്ചുകൂടി നീളമുള്ളത് മേടിക്കണം. എനിക്കിപ്പോൾ ഇത്രയും മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വലുതാണ്, എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. കണ്ടോ, ഇതാണ് എൻ്റെ കറക്റ്റായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കി മേടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം കളറ് എടുക്കാം, തട്ടി കൊടുക്കുക, എന്നിട്ടിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഭയങ്കര ഹാർഷായിട്ടുള്ള ലൈൻ വന്നിട്ടുണ്ട്, അത് കളയാൻ പറ്റണില്ലെങ്കിൽ ബ്രഷിൻ്റെ അടുത്ത് തന്നെ പിടിക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി പ്രഷർ കൊടുത്ത് കളയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഔചിത്യ ബോധം ഇവിടെ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. പിന്നെ ഇത് ആദ്യം ചെയ്യുമ്പോൾ അങ്ങനെ റെഡി ആവില്ല. എനിക്കിപ്പോഴും അങ്ങനെ എപ്പോഴും ഒന്നും റെഡി ആവാറില്ല. ചെയ്ത് പിന്നെ നമുക്ക് അങ്ങ് ശീലമാകും. ഓക്കെ, ഇപ്പോൾ ഏകദേശം നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഈ ഐ ലുക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോക്ക് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എപ്പോഴും എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് ഒരു ഫിനിഷ്ഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഐ ലാഷസ് വെച്ച് കൊടുക്കുക. ഐ ലാഷസ് വയ്ക്കുമ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള ലുക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ മാഗ്നറ്റിക് ലാഷസ് ആയിരിക്കും. ഇതത്ര നാച്ചുറൽ ആയിട്ടിരിക്കുമോ എന്നല്ല, നിങ്ങൾക്ക് എളുപ്പമായിട്ട് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാഷസ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത് മേടിക്കണമായിരിക്കും നല്ലത്. ഇതാകുമ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മസ്കാര എടുക്കുക. മസ്കാര എടുത്ത് നിങ്ങളുടെ ഒറിജിനൽ ലാഷസും ഇപ്പോൾ വെച്ചിട്ടുള്ള ഫോൾസ് ലാഷസും തമ്മിൽ യോജിപ്പിക്കണം. ഇങ്ങനെ എടുക്കുക, എന്നിട്ടിങ്ങനെ രണ്ടെണ്ണമായിട്ട് നിൽക്കരുത്, രണ്ടും ഒരേപോലെ നിൽക്കണം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും പോർഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലാഷസ് വന്നപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ലുക്കേ അങ്ങോട്ട് മാറിയില്ലേ. ഇനി അടുത്ത നമ്മൾ ഇങ്ങനത്തെ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യുക. ഇതിപ്പോൾ നൈക്കയുടെ കളർ കറക്റ്റിംഗ് പാലറ്റ് ആണ്. ഇതെങ്ങനെയാ വെച്ചാൽ ഇതെടുത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ്, കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടോ ഈ പ്രോഡക്റ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് എവിടെയൊക്കെയാണോ പാടുകളുള്ളത് അതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്യാണ്. നിങ്ങൾക്ക് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ കണ്ണിനടിയിൽ ഓൾസോ ഇട്ട് കൊടുക്കണേ. നമ്മളങ്ങനെ സ്കിന്നിൽ ഇട്ടിട്ടുള്ള ആ ഓറഞ്ച് കറക്റ്റർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് അവിടേക്ക് ഇട്ട് കൊടുക്കുക. ബേസിക്കലി എൻ്റെ ഫേസിൽ എല്ലായിടത്തും ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലായിടത്തും അങ്ങനെ ഇട്ടുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്യണത്. ഇത് കാരമൽ ഷെയ്ഡിലുള്ളതാണ്. ഇവരുടെ ഫൗണ്ടേഷൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ആ ഫൗണ്ടേഷൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്യാട്ടോ. ഇതെനിക്ക് കുറച്ചൊരു ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് ആട്ടോ എടുക്കണേ. നിങ്ങൾക്ക് ഏത് ബ്ലെൻഡിങ് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്ലെൻഡിങ് ബ്രഷ് എന്നല്ല, ബ്രഷസ് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം. ബ്യൂട്ടി ബ്ലെൻഡർ ആകുമ്പോഴേക്കും കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കുട്ടി ബ്രഷാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊടുകയാണ്. എന്നിട്ട് നമ്മുടെ ബ്രഷിൻ്റെ തുമ്പിൽ പിടിക്കുക. തുമ്പിൽ പിടിച്ചിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ആദ്യമേ നമ്മൾ വളരെ കുറച്ച് ഫൗണ്ടേഷൻ മാത്രം ഇട്ടാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വർക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമേ കുറച്ചിടുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബിൽഡ് ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കൺസീലർ അപ്ലൈ ചെയ്യണം എന്തിനാണ്, നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഒരേ കളറിലെ സംഭവം ഇട്ടില്ലേ, ഇനി നമ്മുടെ ഈ കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് ബ്രൈറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ ഇടുന്നത്. പിന്നെ കൺസീലർ വേറെ മേടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഫൗണ്ടേഷൻ തന്നെ എന്തുകൊണ്ട് കൺസീലറായിട്ട് ഉപയോഗിച്ചുകൂടാം. ഫൗണ്ടേഷനും കൺസീലറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസീലർ കുറച്ചും കൂടി തിക്കായിരിക്കും, ഫൗണ്ടേഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി തിന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഓൾസോ കൺസീലറായിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ഒരു 2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം കണ്ണിനടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞാൻ കൺസീലറിന് വേണ്ടിയിട്ട് ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യണത്. ഇത് ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫുൾ വെയർ കൺസീലർ. ഓക്കെ, പിന്നെ നിങ്ങൾ സെയിം കളറിലുള്ള കൺസീലർ യൂസ് ചെയ്യണത് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും 1 or 2 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളത് മേടിക്കാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ 2 ഷെയ്ഡ് ലൈറ്റർ മേടിക്കാം. ചെറുതായിട്ട് മതിയെങ്കിൽ 1 ഷെയ്ഡ് ലൈറ്റർ. അപ്പോൾ ഇതൊരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കാം. വെച്ചാൽ നമുക്ക് ആ ഒരു സ്ട്രെച്ച് അവിടുത്തെ ആ ഒരു വരരുത്. ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച്. ഓക്കെ, ഇത്രയാണ് ഞാൻ കൺസീലർ ചെയ്യുന്നത്. കണ്ണിനൊന്ന് ബ്രൈറ്റായി കിട്ടാൻ ഏറ്റവും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ പറ്റണത് നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഫിംഗേഴ്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡിങ് ബ്രഷുകൾ യൂസ് ചെയ്യാം കേട്ടോ. അതായത് പാക്കിൻ്റെ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ്. ഇങ്ങനത്തെ ബ്രഷ് ആകുമ്പോൾ നമുക്ക് കണ്ണിനടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഏത് ബ്രഷ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ബ്ലെൻഡ് ചെയ്യാം. പക്ഷേ ഞാൻ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ സൈഡിൽ ഞാൻ കൈകൊണ്ടല്ലാണ്ട് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കയ്യിലൊക്കെ ആക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ആ ഒരു പ്രോഡക്റ്റ് പോകും. കൈകൊണ്ടാകുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇവിടെയും പോകത്തില്ല. മീൻസ് നന്നായിട്ട് ബ്ലെൻഡ് ആവും, കവറേജ് കുറയില്ല എന്നിട്ടോ. കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട ഒരു ഇത് അറിയുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സൈഡല്ലേ കുറച്ചുകൂടി ഭംഗി ഈ സൈഡിനെക്കാട്ടിലും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നോസിൻ്റെ ബ്രിഡ്ജ് ഹൈലൈറ്റ് ചെയ്യാം, ഈ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാം, ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം, ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. ഞാൻ നെറ്റിയിൽ ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ നെറ്റി. പിന്നെ എനിക്ക് കുറച്ച് ഡിസ്കളറേഷനും ഉണ്ട് നെറ്റി ഭാഗത്ത്. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഇവിടെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാച്ചി ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഭംഗിയുള്ള പോലെ ഇരിക്കില്ല. പക്ഷെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബാക്കിയുള്ള പ്രോഡക്റ്റ് ഇങ്ങനെ നെറ്റിമിലിടും, അല്ലാതെ ഫോക്കസ് ചെയ്ത് നെറ്റിയിലോട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇടാറില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു പൗഡർ എടുക്കാം. ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ എടുക്കാം. ഞാൻ ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ലൂസ് പൗഡറാണ് എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പൗഡറിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ എക്സസ് ഇങ്ങനെ തട്ടുക.
എന്നിട്ട് ആദ്യമേ കണ്ണിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യുക. കണ്ണടി സെറ്റ് ചെയ്യുമ്പോൾ മേളിലോട്ട് നോക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്ലെയിൻനെസ് അല്ലേ, ഈ ഒരു പ്ലെയിൻനെസ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം, കുറച്ച് കളേഴ്സ് കൊണ്ടുവരാം ഫേസിലോട്ട്. നമുക്ക് നാച്ചുറലി നമുക്ക് ഒരു ചെറിയൊരു ബ്ലഷ്നെസ് പോലെ ഉണ്ടാവാറില്ലേ, അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ളൊരു ബ്ലഷ് സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ സ്കിൻ ടോണിന് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ സെലക്ട് ചെയ്യുന്നത്. എനിക്കിത് നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് എക്സസ് തട്ടിക്കളഞ്ഞ് ചിരിച്ചിട്ട് ഇനി അടുത്ത നമുക്ക് കുറച്ച് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഈ കിരോ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആട്ടോ യൂസ് ചെയ്യണേ. ഇത് അത്യാവശ്യം നല്ല ഹൈലൈറ്റർ ആണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഈ ഒരു തുമ്പത്തും ഈ ഒരു ബ്രിഡ്ജിലും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണേ. ഈ കൈ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ഇപ്പുറ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഇവിടെ 2 ഡോട്ട് കൊടുത്തിട്ട് അതും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഈ ഒരു പോർഷനിൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഈ കണ്ണിൻ്റെ മേലെ ഐഷാഡോയും താഴത്തെ കണ്ണും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന സെയിം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുക. കണ്ണിൻ്റെ അടിയിലും ചെറുതായിട്ടൊന്നിങ്ങനെ യോജിപ്പിക്കണം. നമ്മൾ ആദ്യമേ ഐ മേക്കപ്പ് ചെയ്ത ടൈമിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം വേണം ചെയ്യാൻ. പിന്നെ ഞാൻ ഹൈലൈറ്റർ ഒരുപാട് ഇടാറില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ടെക്സ്ചർ കുറവുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിറയെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിൻ ആയതിനാൽ ഞാൻ ഹൈലൈറ്റർ കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ടെക്സ്ചർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെക്സ്ചർ ഉള്ളതുകൊണ്ട് ഹൈലൈറ്റർ കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളൂ. നമുക്കപ്പോൾ ഇനി ലിപ്പിലോട്ട് പോകാം. ലിപ്പ് എപ്പോഴും നിങ്ങൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും, ഒരു പെർഫെക്ഷനും കിട്ടും. അപ്പോൾ ലിപ്പ് ലൈനറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കെ ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യണത്. ഇത് ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ, ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ലൈൻ ചെയ്യാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ് കുറച്ച് കയറ്റി വരയ്ക്കാം. ഞാൻ സ്വല്പം കയറ്റി വരയ്ക്കാറുണ്ട് കണ്ടോ. ഇതും ഈ സൈഡിലെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഈ മേളിൽ തീരെ കുഞ്ഞു ലിപ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കയറ്റി വരയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ഞാൻ പണ്ടോട്ടേ അങ്ങനെ ചെയ്യണോണ്ട് അറിയുന്നുണ്ടാവില്ല. ഉണ്ടോ ചെറുതായിട്ട്. പക്ഷെ എന്നാലും എൻ്റെ താഴത്തെ അത്രയും ഞാൻ മേളിൽ വരയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ച ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആർട്ടിസനൽ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് ഡള്ളാവണ പോലെ ഫീൽ ചെയ്യണം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഒരു മൂവി കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ. ഈ ഡ്രസ്സിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡല്ല. ഇതിട്ട് നോക്കാം. ഇതാണ് ഈ ഒരു ലിപ് ഷെയ്ഡ് വരണേ കേട്ടോ. പിന്നെ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇത് 2 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ സ്റ്റെപ്പിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കാം. ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നിങ്ങൾ ഒരു സെറ്റിംഗ് സ്പ്രേ എടുക്കുക. ഏതെങ്കിലും ഒരു സെറ്റിംഗ് സ്പ്രേ മേടിക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു സ്മാഷ് ബോക്സിൻ്റെ പ്രൈമർ വാട്ടർ ആണ് കേട്ടോ. ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സെറ്റിംഗ് സ്പ്രേസ് ഉണ്ട്. അതെടുത്തിട്ട് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഒന്നും കൂടി നമ്മുടെ എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ്. അതായത് ഒന്നുകൂടി എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കും. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരും. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ചെയ്ത് നോക്കാം. ചെയ്താണ് നമുക്കൊരു ഏകദേശം പെർഫെക്റ്റ് ആവാൻ
എന്നല്ല ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല കേട്ടോ പറയുന്നത്. എനിക്കും കുറേ ഇനിയും പെർഫെക്റ്റ് ആക്കാൻ ഒരുപാടുണ്ട്. എന്നാലും ഏകദേശം കുറച്ച് കൊള്ളാവുന്ന രീതിയിലാവുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടു, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കൺസീലർ ഇട്ടു, അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ മേലെ പൗഡർ ഇട്ടു, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ മേലെ നമ്മൾ ഓരോ ലെയർ ഇടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാച്ചുറൽ സ്കിന്നായിട്ട് തന്നെ അത് ഇരിക്കത്തില്ല, എപ്പോഴും സെക്കൻഡ് സ്കിന്നായിട്ടേ ഇരിക്കുള്ളൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേക്കപ്പ് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല. മേക്കപ്പ് ഓൾവേസ് സെക്കൻഡ് സ്കിന്ന് പോലെ തന്നെയാണ് ഇരിക്കുള്ളൂ. എന്തോ സംതിങ് നമ്മുടെ സ്കിന്നിൽ വച്ചിട്ടുള്ള പോലെ തന്നെയാണ് ഇരിക്കുള്ളൂ. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്റ്റുഡിയോ ലൈറ്റിങ്ങിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചൊരു കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ മേക്കപ്പ് ഇരിക്കുക. ഒരു സെക്കൻഡ് സ്കിന്ന് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ ഒരു നമ്മുടെ നോർമൽ സ്കിന്നിൽ എങ്ങനെയാണ്, അവിടെ ചിലപ്പോൾ കറുത്ത കളർ, ഇവിടെ ചിലപ്പോൾ വേറെ കളർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവില്ലേ, ആ കളേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്കിന്നിലുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാറ്റി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. നമ്മളിങ്ങനെ ഫുൾ ഒരേപോലെ നിന്ന് നല്ലൊരു സ്റ്റൈലായിട്ട് നിൽക്കുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഓക്കെ അടിപൊളിയായിട്ടുണ്ട് എന്ന്, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.